നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലാൻഡിംഗ് നടത്തുന്നതിനിടെ പൈലറ്റിന്റെ ക്യാബിനിലേക്ക് ലേസർ രശ്മി പതിച്ചു. അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുകയാണ് പൈലറ്റ്. ഇത്തരത്തിൽ ചെയ്തയാളെ കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ച് പോലീസും രംഗത്തെത്തി. കൊളംബോയിൽ നിന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ഇൻഡിഗോ വിമാനത്തിന്റെ ക്യാബിന് നേർക്കാണ് ശക്തിയേറിയ ലേസർ രശ്മി പതിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 4:50-ന് 146 യാത്രക്കാരുമായി കൊളംബോയിൽ നിന്നും ചെന്നൈ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത വിമാനത്തെ ലക്ഷ്യമാക്കിയാണ് ശക്തിയേറിയ ലേസർ രശ്മി പതിച്ചത്. വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ പൈലറ്റിന്റെ ക്യാബിൻ ലക്ഷ്യമാക്കിയാണ് ലേസർ രശ്മി പതിച്ചത്. ലേസർ രശ്മി ക്യാബിനിൽ പതിച്ചെങ്കിലും വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ പൈലറ്റിന് സാധിച്ചിരുന്നു. വിമാനം ലാൻഡ് ചെയ്തതിന് പിന്നാലെ പൈലറ്റ് വിവരം അധികൃതരെ അറിയിക്കുകയുണ്ടായി. റഡാർ പരിശോധനയിൽ പഴവൻതാങ്ങൽ ഭാഗത്തു നിന്നാണ് ലേസർ രശ്മി എത്തിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തു. സംഭവത്തിൽ ഇൻഡിഗോ മാനേജ്മെന്റും എയർപോർട്ട് അതോറിറ്റി അധികൃതരും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. സംഭവത്തിന് പിന്നിൽ അട്ടിമറി സാധ്യതയുണ്ടോ എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. വിമാനത്തിനെ ലക്ഷ്യമാക്കി ലേസർ രശ്മി പതിപ്പിച്ചയാളെ ഇതുവരെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. വിമാനം ലാൻഡ് ചെയ്യുന്നതിനിടെ ലേസർ രശ്മി പതിപ്പിക്കുന്നത് ഗുരുതരമായ കുറ്റമായിരിക്കെയാണ് ഇത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസം മുംബൈയിൽ നിന്ന് ബംഗളൂരുവിലേക്ക് തിരിച്ച എയർ ഇന്ത്യ വിമാനം എഞ്ചിൻ തകരാറായതിനെ തുടർന്ന് തിരിച്ചിറക്കി. പറന്നുയർന്നതിന് പിന്നാലെ വിമാനത്തിന്റെ എഞ്ചിനുകളിലൊന്ന് നിലയ്ക്കുകയായിരുന്നു. A320 നിയോപ്ലെയിൻ ആണ് തകരാറിലായതെന്ന് എയർ ഇന്ത്യ വക്താവ് അറിയിച്ചു. തിരിച്ചിറക്കിയ വിമാനത്തിലെ യാത്രക്കാരെ മറ്റൊരു ഫ്ലൈറ്റിൽ ബംഗളൂരുവിലേക്ക് അയച്ചു. സംഭവത്തെക്കുറിച്ച് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ 9:43-നാണ് ഛത്രപതി ശിവാജി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പറന്നുയർന്നത്. ഉടൻ തന്നെ എഞ്ചിനുകളിൽ ഒന്നിന്റെ പ്രവർത്തനം നിലച്ചതായി പൈലറ്റുമാർ കണ്ടെത്തി. 10:10-ന് വിമാനം മുംബൈയിൽ തന്നെ തിരിച്ചിറക്കുകയായിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.